വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം പല രംഗങ്ങളും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ചില രംഗങ്ങളിലെങ്കിലും ചെറുതല്ലാത്ത നാറ്റവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഈ സതീശൻ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കും, അതിന് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ കേരളത്തിലേക്ക് വിദേശത്തു നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ വഴി അന്വേഷിച്ച് പിടിച്ച് ഇവിടുത്തെ കോളേജുകളിലും സർവകലാശാലകളിലൊക്കെ ചേരാൻ ഇടയാകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റി പോലെ, അതല്ലെങ്കിൽ UC ബർക്കിലി പോലെ, ഹാർവാർഡും യെയിലും കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും പോലെ, അല്ലെങ്കിൽ ബെർലിനിലെ വിഖ്യാതമായ കൈസർ വില്യം യൂണിവേഴ്സിറ്റി പോലെ ഒരു മഹാസ്ഥാപനമായിട്ട് കേരളത്തിലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ മാറും. പിന്നെ വടക്കുനോക്ക് കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ തന്നെ വിദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കും എന്നാണ്. അപ്പോൾ ഈ സംഗതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പുള്ളി പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിപ്പോൾ ഓരോ സർവകലാശാലയിലേക്ക്, സിൻഡിക്കേറ്റിലേക്കും സെനറ്റിലേക്കും ഒക്കെ നടത്തുന്ന നോമിനേഷൻസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും, ബോധ്യപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു നാമനിർദ്ദേശത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ, കോഴിക്കോട്ട് വളരെ കാലമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് NIT. ഇതിൻ്റെ പേര് നേരത്തെ REC എന്നായിരുന്നു, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ചതാണ്. REC അങ്ങനെയല്ല. RECയുടെ പേര് മാറ്റിയതാണ് ഇപ്പോഴത്തെ NIT. NITയുടെ ഗവേണിംഗ് ബോഡിയിലേക്ക് ലഫീർ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യവസായിയെ കേരള ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ സാധാരണ ആരെങ്കിലുമൊക്കെ ഒരാളെ നാമനിർദ്ദേശം ചെയ്യും, അതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ല. അപ്പോൾ ആരാണ് ഈ ലഫീർ മുഹമ്മദ് എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇദ്ദേഹം നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ കുപ്രസിദ്ധമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഓർമ്മയില്ലേ, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിക്ക് സ്വർണ്ണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികളെ ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ, നമ്മുടെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ഡോളർ കടത്തി എന്നൊരു ആരോപണം ഓർമ്മയുണ്ട്. ഇവിടെ നിന്ന് കടത്തിയ ഡോളർ ഈ ലഫീർ മുഹമ്മദാണത്രേ കൈപ്പറ്റിയത്. ആ ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് കാര്യമായിട്ട് വന്നിരുന്നു. പുള്ളി ഇന്ത്യയും UAEയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ശക്തിപ്പെടുന്നതിൽ വഹിച്ച ചരിത്രപരമായ പങ്കിനെക്കുറിച്ച് പല വാർത്തകളും പത്രത്തിൽ വന്നതാണ്. അതൊക്കെ ഇപ്പോൾ ആളുകൾ കുറേശ്ശെ മറക്കാൻ തുടങ്ങിയ സമയത്താണ് UDF ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോരായ്മകളും നേടാൻ വേണ്ടി നമ്മൾ വളരെ ബുദ്ധിമുട്ടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സംവിധാനമാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ എവിടേക്ക് നാമനിർദ്ദേശം ചെയ്തു? പുള്ളിയെ നാമനിർദ്ദേശം ചെയ്തത് NITയുടെ ഗവേണിംഗ് ബോഡിയിലേക്കാണ്. അപ്പോൾ NITയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഡോളർ കടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിക്ക് സ്വർണം കടത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചരസ്, ഹഷീഷ്, ബ്രൗൺ ഷുഗർ മുതലായ സാധനങ്ങൾ കടത്തുന്നതിനെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുന്നു. ഇങ്ങനെ ഒരു നാമനിർദ്ദേശം നടത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏത് പാർട്ടിക്കാരാണ് നാമനിർദ്ദേശം ചെയ്തതെന്ന് നോക്കുമ്പോൾ സംശയിക്കാനൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിച്ച പാർട്ടി തന്നെയാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടനയല്ല, പാർട്ടി ഭരണഘടന അനുസരിച്ച് അനുവദിക്കപ്പെട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. ഈ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് നേരത്തെ കല്ലട്ടർ ഹാജിയും KS അബ്ദുള്ളയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമുള്ള പൈതൃകമുള്ള പാർട്ടിയാണ് യൂണിയൻ ലീഗ്. യൂണിയൻ ലീഗിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള ഈ സ്വർണ്ണക്കടത്തിൽ ആരോപണം വിധേയരാകുന്നൊന്നും വലിയ പാപമൊന്നുമല്ല. അത് തെറ്റായിട്ടോ അല്ലെങ്കിൽ കുറ്റകൃത്യമായിട്ടോ ഒന്നും അവർ ഇതുവരെ കണക്കാക്കിയിട്ടില്ല, കണക്കാക്കാനും സാധ്യതയില്ല. അപ്പോൾ ലഫീർ മുഹമ്മദിനെ അവർ നാമനിർദ്ദേശം ചെയ്താൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, ഒരു വലിയ ശരിയുണ്ട് താനും. പക്ഷേ അതിൽ വേറൊരു കൗതുകം കൂടി ഉണ്ടാകുന്ന വെച്ചാൽ, ലഫീർ മുഹമ്മദിൻ്റെ പേര് ലീഗുകാരോട് നാമനിർദ്ദേശം ചെയ്ത ആരാണ്? അത് പൊന്നാനി MLA, നമ്മുടെ VD സതീശൻ്റെ വലങ്കയായിരിക്കുന്ന നൗഷാദ് അലിയാണ്. നൗഷാദ് അലി പൊന്നാനിക്കാരനല്ലെങ്കിലും പൊന്നാനിയിൽ മത്സരിച്ച് ജയിച്ച ആളാണ്. ലഫീർ മുഹമ്മദ് പൊന്നാനിക്കാരനാണ്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണൻ്റെ ഡോളർ വിദേശത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഒരാളെ ശ്രീരാമകൃഷ്ണൻ്റെ വലങ്കയാണെന്ന് അറിഞ്ഞുകൊണ്ടും എന്തുകൊണ്ടാണ് നൗഷാദ് അലി ഇദ്ദേഹത്തെ ശുപാർശ ചെയ്തത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഏതായാലും നൗഷാദ് അലി ഒരു ഹൃദയവിശാലതയുള്ള ഒരു പുതിയ MLA ആണ്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിലും മനോഹരമായ ഒരു ശുപാർശ കത്ത് എഴുതി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുത്തു. സാഹിബ് അത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. മിടുക്കനാണല്ലോ, യോഗ്യനാണല്ലോ, നമ്മുടെ പൊന്നാനിക്കാരനാണല്ലോ, എന്നാൽ പിന്നെ ഓനെ തന്നെ അങ്ങോട്ട് നാമനിർദ്ദേശം ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് പാർട്ടിയിൽ എഴുതി കൊടുത്തു.
അങ്ങനെ മഹാനായ തങ്ങൾ തൃക്കൈ വിളയാടി അത് എവിടേക്ക് എടുത്തു? ആ, മന്ത്രിസഭയിൽ കൊടുത്തു. അപ്പോൾ റോജി എം ജോണാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന് ഇത് വായിച്ചപ്പോൾ അതിൽ ചാരിതാർത്ഥ്യമൊന്നും നല്ല യോഗ്യനായിട്ടുള്ള ആളാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും പല ബിസിനസ്സുകളുള്ള ആളാണ്. എല്ലാ ബിസിനസ്സും നിയമവിധേയമായിക്കൊള്ളും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു യോഗ്യനായിട്ടുള്ള ആളെ നമുക്ക് എവിടെ വേണം? NIT-യിൽ വേണം. എന്നാൽ ഇരിക്കട്ടെ എന്ന് കഴിച്ച് പുള്ളിയും അത് ശുപാർശ ചെയ്തു. പിന്നെ മുഖ്യമന്ത്രിക്കാണ് എതിർപ്പ്. പുള്ളിക്ക് ഒരു വിരോധമില്ല, സന്തോഷമുള്ളൂ. എന്നാൽ പിന്നെ ഓര അങ്ങോട്ട് വെച്ച് കളയാൻ വെച്ചു. അങ്ങനെ ഓര വെച്ചു. ഇപ്പോഴാണ് ഞാൻ മാധ്യമങ്ങളിൽ ഇത് കുത്തിപ്പൊക്കി കൊണ്ടിരുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷ പറഞ്ഞ് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു ഇഷ്യൂവേ അല്ല. പിന്നെ നൗഷാദ് അലിക്കാണ് ഇഷ്യൂ, പുള്ളിക്കും ഇഷ്യൂ അല്ല. പിന്നെ റോജി എം ജോണിനാണ് ഇഷ്യൂ, പുള്ളിക്ക് ഒട്ടും ഇഷ്യൂ അല്ല. പിന്നെ സതീശനാണ്, പുള്ളിക്കും ഇഷ്യൂ അല്ല. അങ്ങനെ ഭരണമാറ്റത്തിന് ശേഷം ഭരണനാറ്റത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ഇതിലും വലിയ തമാശകൾ ഇനി കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഇതിനേക്കാൾ രസകരമായ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങളോട് അത് കാലാകാലങ്ങളിൽ പങ്കുവയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. ഏതായാലും സംഗതി വളരെ ജോറാവുന്നുണ്ട്. ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല.